നിങ്ങളുമായി സംസാരിക്കുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തലച്ചോറിൽ കോടിക്കണക്കിന് ന്യൂറോണുകളുണ്ട്. തലച്ചോറിൽ പുതിയ പുതിയ ന്യൂറോൺ കണക്ഷൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. ഏത് പ്രായത്തിലും നമുക്കിത് സാധിക്കും. നമ്മുടെ തലച്ചോറ് വെറുതെ ഇരിക്കുന്ന ഒന്നല്ല. പുതിയ പുതിയ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ ബ്രെയിനിൽ നമുക്ക് മാറ്റം ഉണ്ടാകും. എല്ലാവർക്കും മനസ്സിലാക്കാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരു കാട്ടിലൂടെ ഞാൻ നടക്കുന്നു എന്ന് കരുതുക. നടന്ന സ്ഥലങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ചെറിയ വഴിയാകുന്നു. പതിവായി അതേ വഴി തന്നെ നടക്കുകയാണെങ്കിൽ എല്ലാവർക്കും നടക്കാവുന്ന ഒരു വഴിയായി മാറുന്നു. ഇതുപോലെയാണ് നമ്മുടെ ബ്രെയിൻ. നാം ഒരു കാര്യം ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ ആ പുതിയ കാര്യം ബ്രെയിൻ സ്വീകരിക്കുകയും അങ്ങനെ അതനുസരിച്ച് ബ്രെയിൻ പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ഇതെൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് പല കാര്യങ്ങളെയും തള്ളിക്കളയുന്നു. എന്നാൽ വിധിയെ മാറ്റണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് നമുക്ക് സാധിക്കും. ആദ്യം വിധിക്ക് വിപരീതമായ പോസിറ്റീവ് ചിന്തകളെ കൊണ്ടുവരികയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. അപ്പോൾ പുതിയൊരു ജീവിതശൈലി നമ്മൾ രൂപപ്പെടുന്നു. നമുക്കെല്ലാവർക്കും പല ആഗ്രഹങ്ങളും കാണും. എന്നാൽ ചിലപ്പോൾ അവയൊന്നും സാധ്യമാകില്ല എന്ന ചിന്തയും കാണും. ഏത് നല്ല ആഗ്രഹവും പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള നിരന്തര ശ്രമം ഉണ്ടെങ്കിൽ ബ്രെയിൻ അത് സ്വീകരിക്കുകയും നമ്മുടെ ആഗ്രഹം സാധ്യമാക്കുകയും ചെയ്യും. ഉദാഹരണമായി, എൻ്റെ ദേഷ്യപ്പെടുന്ന സ്വഭാവം മാറണമെന്നിരിക്കട്ടെ. ആദ്യം നമുക്കത് മാറ്റാനുള്ള ആഗ്രഹം വേണം. അതിനുവേണ്ടി എന്തൊക്കെ ആക്ഷൻസ് എടുക്കാൻ എനിക്ക് സാധിക്കും, അത് പ്രവൃത്തിയിൽ എന്തൊക്കെ കൊണ്ടുവരണം, ഇതിനുള്ള ശ്രമങ്ങൾ നാം ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ സാവധാനം നമ്മുടെ ബ്രെയിൻ പുതിയ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാകുകയും ദേഷ്യപ്പെടുന്ന സ്വഭാവം മാറുകയും ചെയ്യുന്നു. വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഏത് കാര്യത്തെയും നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരാൾക്ക് എപ്പോഴും അസംതൃപ്തിയും അസന്തോഷവും ആയിരിക്കും. എന്നാൽ ആ നെഗറ്റീവ് ചിന്തയെ മാറ്റാൻ ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് പല മാർഗങ്ങളുണ്ട്. ഒന്നാമതായി, അത് മാറ്റാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കണം. രണ്ടാമതായി, പോസിറ്റീവായ അഫർമേഷൻസോ വചനങ്ങളോ പഠിക്കുകയും അവ പല പ്രാവശ്യം ഉരുവിടുകയും ചെയ്യണം. ഉദാഹരണമായി, ഞാൻ നന്മ കാണുന്ന വ്യക്തിയാകാൻ എനിക്ക് സാധിക്കുന്നു, ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാകാൻ ശ്രമിക്കുന്നു എന്നിങ്ങനെയുള്ള അഫർമേഷൻസ് പല പ്രാവശ്യം ഉരുവിടുക. മൂന്നാമത്തെ കാര്യം, ഈ പറയുന്ന പോസിറ്റീവ് അഫർമേഷൻസ് പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം നാം ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ പുതിയ ഒരു ശീലം രൂപപ്പെടുത്താൻ ബ്രെയിനിന് സാധിക്കും. ഇതിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. With God, everything is possible. Thank you.